അല്ല ജി. ഇതെന്റെ ഒരു വാശിയാ. കരിമ്പാറക്കൂട്ടത്തെ തുരന്നു പൊട്ടിക്കുന്ന എന്റെ ചങ്ക് തകർത്തവനാ എന്റെ മരുമകൻ ഡോക്ടർ വിപിൻ വല്ലഭൻ. നന്ദിയില്ലാത്ത നായ. ഇനിയുള്ള ജീവിതത്തിൽ അവൻ പശ്ചാത്തപിക്കണം, അവനുണ്ടായ നഷ്ടത്തെ ഓർത്ത്. തീർച്ചയായും ഒരു കല്യാണമേളം കൊണ്ട് തീരുന്നതല്ലോ നമ്മളുടെ പണി. ഒരിക്കലുമല്ല. അനുഭവിപ്പിക്കും ഞാൻ. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചോര വരുന്നത് എനിക്ക് കാണണം. ആന്റണി സർ, പോവേണ്ടത് മധുരയ്ക്ക്. ഓക്കെ സർ. കാണേണ്ടത് ആരെയാണെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല. രാജപാളയം ജയിലിലൊന്ന് പോണം, പിന്നെ മധുക്കര റെയിൽവേ സ്റ്റേഷനിൽ. കാണേണ്ട ആളുകളുടെ പേരും അവരുടെ പുതിയ ഫോൺ നമ്പറുകളും ഞാൻ വാട്സപ്പ് ചെയ്യാം. ശരി സർ. സർ, യാത്രയും ആളുകളുമായുള്ള കൂടിക്കാഴ്ചയും രഹസ്യമായിരിക്കണം, പരമരഹസ്യം. സർ, എന്താണ് പ്രശ്നം? കഴിഞ്ഞ കുറേ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. ആന്റണി തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക്. ആയിക്കോട്ടെ, ബാക്കി പിന്നെ. ഓക്കെ സർ. ഏയ് ഇല്ലില്ല, ഇങ്ങോട്ട് ഉപദ്രവശാലേ അങ്ങോട്ടുള്ളൂ. ആ ജസ്റ്റിസിന്റെ വീടൊന്ന് കാണണം. എന്താ ഒരു ഇത്, എന്തൊരു ഗുമ്മ. എല്ലാം നമ്മളുടെ മോളുടെ ഭാഗ്യം. അതെ അതെ, ഒഴിഞ്ഞുപോയ മാരണം നമുക്ക് വേണ്ടാത്ത തന്നെയായിരുന്നു. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ പെങ്ങളാണ്, പെങ്ങളുടെ മോനാണ്, അവൾ ഡോക്ടറാണ്, കുടുംബത്തേക്ക് ഒരു ഡോക്ടർ വന്ന ആനയാണ്, കുതിരയാണ്, എന്തൊക്കെയായിരുന്നു. കേട്ടോടി മോളെ, നിന്നെ ഇപ്പൊ തന്നെ അവരങ്ങ് മരുമകളാക്കിയിരിക്കുക. കല്യാണ നിശ്ചയം കല്യാണത്തെക്കാൾ ഗംഭീരമാക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ വേണമല്ലോ. നിശ്ചയം കല്യാണത്തിന് മുകളിൽ തന്നെ നിന്നോട്ടെ. അത് കണ്ട് അസൂയപ്പെടണം എന്റെ നാത്തോനും അവരുടെ ആദർശക്കാരൻ കെട്ടോനും മോനും എല്ലാം. എന്നിട്ട് എന്റെ അച്ഛൻ എന്ത് തീരുമാനിച്ചു? എടി മോളെ, അച്ഛനെന്താ തീരുമാനിക്കാന്ന് നിനക്കറിയില്ലേ? നിനക്ക് നൊന്തപ്പം നൊന്തത് ഈ അച്ഛനും കൂടിയല്ലേ? ആ ഒരു നീറ്റല് മാറണമെങ്കിൽ അവരുടെ കണ്ണ് മഞ്ഞളിക്കണം. എന്ത് കണ്ടിട്ട്? നിന്റെ കല്യാണ നിശ്ചയവും കല്യാണവും കണ്ടിട്ട്. കൈവിട്ടുപോയ മാണിക്യത്തിന്റെ തിളക്കം കണ്ണിലടിക്കുമ്പോ അവർക്ക് പൊള്ളണം. കുടുംബടച്ചു ക്ഷണിക്കുന്നുണ്ട് ഞാൻ, എന്റെ പെങ്ങളെയും അളിയനെയും മരുമകനെയും എല്ലാം. അച്ഛാ, എന്താ മോളെ? ഡോക്ടർ വിപിനെ ഞാൻ പോയി ക്ഷണിച്ചോളാം. ഞാൻ നേരിട്ട് ക്ഷണിക്കുന്നതാ അച്ഛാ എനിക്കിഷ്ടം. അങ്ങേര് കരുതിയിരിക്കുന്നതേ, അയാൾ എന്നെ കരിവേപ്പില പോലെ വലിച്ചെറിഞ്ഞപ്പോ ഞാൻ കരഞ്ഞു തളർന്ന് ഈ വീടിന്റെ ഏതേലും ഒരു മൂലയിലിരിക്കുന്ന. അതങ്ങനല്ല, ഇത് പെണ്ണ് വേറെയാണെന്നൊന്ന് അറിയിക്കണ്ടേ. അന്ന് ഞാനിത് അവിടെ വെച്ച് പറഞ്ഞിട്ട് പോന്നതാ. വിപിൻ ചേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് അവളുടെ അച്ഛൻ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് ഒരു വീട് കൊടുത്തുന്ന് കേട്ടു. ക്യാമ്പസിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അത്.
18ാം പിറന്നാൾ സമ്മാനമായിട്ട് അച്ഛൻ മകൾക്ക് എന്തോ വില്ല സമ്മാനിച്ചെന്നോ വീട് സമ്മാനിച്ചെന്നോ? എടി നീ ഇത് കേട്ടോ? ഒരു വീട് അവൾക്ക് അവളുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തെന്ന്. അതിന്റെ പേരില് ദേ ഇവിടെ ഒരുത്തി മുഖം പൂർപ്പിച്ചിരിക്കുക. എടി മോളെ, എന്നെ സംബന്ധിച്ച് അതൊരു കിളിക്കൂട, അല്ലെങ്കിൽ ഇത്തിരി കൂടി വലിപ്പം വെച്ച ഒരു പട്ടിക്കൂട്. ദേ നിനക്ക് വീട് വേണോ? എത്ര വേണം? ദേ ഞാൻ വാങ്ങിച്ചു തരാം. എനിക്ക് അച്ഛൻ പുതിയ വീടൊന്നും വാങ്ങിത്തരണ്ട. പിന്നെ എനിക്ക് വേണ്ടത് അച്ഛന്റെ പേരിൽ കുതിരപ്പന്തി വീട്ടിലുള്ള അവകാശം. നേർപകുതിയിലേറെ അവകാശം അച്ഛന് കുതിരപ്പന്തി വീട്ടിലില്ലേ? അതുണ്ട്. അതച്ഛൻ എന്റെ പേരിൽ എഴുതി തരണം, വിവാഹ സമ്മാനമായിട്ട്. എടീ നിനക്കെന്തിനാ പഴയ വീട്? ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ചു തരാം. അതല്ലേ നല്ലത്. പുതിയ വീട് വേണ്ട അച്ഛൻ. കുതിരപ്പന്തി വീട്ടിലെ നേർപാതി അവകാശമാണ് എനിക്ക് വേണ്ടത്. ഞാൻ ചെന്ന് കയറേണ്ടിയിരുന്ന വീട്, ഞാൻ നിലവിളക്ക് കൊളുത്തേണ്ടിയിരുന്ന വീട്, ഞാൻ അടക്കി ഭരിക്കേണ്ടിയിരുന്ന വീട്. ആ വീടിന്റെ താക്കോൽക്കൂട്ടം വേറൊരുത്തിയുടെ കൈവെള്ളയിലേക്ക് പൂർണ്ണമായി പോകുന്നത് എനിക്ക് സഹിക്കില്ല. മോളെ, അതെ അമ്മേ, കുതിരപ്പന്തി വീടിന്റെ പാതി അവകാശം എനിക്കുണ്ടെങ്കിൽ എനിക്കും എന്റെ ഭർത്താവിനും ഏതു നിമിഷവും അവിടെ കയറിച്ചില്ല. എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. അവൾക്ക് മുന്നിൽ തല ഉയർത്തി എനിക്ക് നിൽക്കാം. എന്റെ കണ്ണുകളിൽ നോക്കി തല ഉയർത്തി നിൽക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല. പേടിച്ചരണ്ടായിരിക്കും പിന്നെ കുതിരപ്പന്തിയിലെ അവളുടെ ജീവിതം. എടിമിടിക്ക് അച്ഛനെ കടത്തി വിട്ടല്ലോ നീ. ഇവള് പറഞ്ഞതാ ശരി. ശത്രുവിന്റെ ഒപ്പമാണ് ഉറങ്ങുന്നതെന്നുള്ള ചിന്ത അനുനന്ദയുടെ രാത്രികളിൽ ദുസ്വപ്നമായിട്ട് വരും. അവളുടെ ജീവിതത്തിലെ എക്കാലത്തെയും പേക്കിനാവായിരിക്കും ഞാൻ. ആ അച്ഛൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞതിന് വേണ്ട കടലാസ് പണികൾ നീക്കാൻ നോക്ക്. നീ എന്താ ഇവിടെ? ഡോക്ടർ അദ്ദേഹത്തെ നേരിട്ട് നിശ്ചയം ക്ഷണിക്കാൻ വന്നതാ. നിനക്കിപ്പോഴും തീർന്നില്ലല്ലേ ദേഷ്യം? എനിക്കെന്തിനു ദേഷ്യം? നട്ടലുള്ള ആണിന്റെ കൂടെ ജീവിക്കാനേ ഏത് പെണ്ണും കൊതിക്കുള്ളൂ. നിനക്കും തന്നിട്ടുണ്ടായിരുന്നോ വിവാഹ വാഗ്ദാനം? കാണുമായിരിക്കും അല്ലേ? ആശുപത്രി നഴ്സൊക്കെ ആവുമ്പം എന്തു വന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. നിർത്തണി. നീ എന്താ ഈ പറയുന്നത്? ഇത്രക്ക് ചീപ്പായിട്ട് സംസാരിക്കോ നീ? ഓ, സത്യം പറഞ്ഞപ്പോ ഡോക്ടർക്ക് പൊള്ളിയല്ലേ? ദിവ്യേ, നീ പോ. ഇത് ഹോസ്പിറ്റലാ. ഇവിടെ നിനക്കെന്താ കാര്യം? നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്? എനിക്കറിയാം എനിക്കിവിടെ ഒരു അവകാശം ഇല്ലാന്ന്. എനിക്ക് അവകാശം ഉള്ള സ്ഥലത്ത് വെച്ച് ഇതിലും ചീപ്പായി ഞാൻ ബാക്കി പറയാം. ഡോക്ടർ, ഞാനിപ്പോ വരാം. ഒന്ന് നിന്നേ. ഇയാള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നീ എന്താണ് നഴ്സുമാരെ കുറിച്ച് കരുതിയിരിക്കുന്നേ? ദേ, കുറച്ചുകൂടെ മാനേഴ്സ് കാണിക്കണം. എടി പൊടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. മാനേഴ്സ് ഇയാൾക്ക് മാത്രം മതിയോ? എന്റെ ഭഗവതി, കിടപ്പാടും പോലും പോവൂല്ലോ. മകന്റെ ഒരു മുടിഞ്ഞ പ്രേമം കാരണം അച്ഛനും അമ്മയും പെരുവഴിയിലാവുമല്ലോ. നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാ ലക്ഷ്മി? ഓഹോ, ഞാൻ പറയുന്നതില്ല കുഴപ്പമല്ലേ?
എല്ലില്ലാത്ത നാവ് കൊണ്ട് നിന്റെ ആങ്ങൾ അങ്ങനെ പലതും പറയും. അതൊക്കെ നടക്കാൻ പോവാ. അച്ഛൻ അങ്ങനെ ഒന്നും പറയണ്ട. എന്തെങ്കിലും ഒന്ന് നടത്തണമെന്ന് തീരുമാനിച്ചാൽ നടത്തുന്നയാളാ അമ്മാവൻ. പിന്നെ തളർന്നു കിടന്ന എന്തോരം രോഗികളെയല്ല നിന്റെ അമ്മാവനെ എഴുന്നേപ്പിച്ച് നടത്തിയേക്കണം. ഇത് മനുഷ്യൻ ഒന്നും മിണ്ടാതിരിക്കൂ. ഓ, കുതിരപ്പന്തി വീട്ടിൽ ഇന്ന് വരെ ഒരു അവകാശവും ഏട്ടൻ ഉന്നയിച്ചിട്ടില്ല. ഇപ്പൊ അതുമായി. എന്തായാലും വന്നു കയറുന്നവളുടെ ഗുണം കൊണ്ട് തറവാട് നെടുക പിളർന്നു. നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. പറയുന്നതിനൊക്കെ നിലവാരം വേണ്ടേ? പിന്നെ മനുഷ്യൻ ഇവിടെ തറ നിലവാരത്തിൽ നിൽക്കുമ്പോഴാ. ആ നിന്റെ കാര്യത്തിൽ അത് കറക്റ്റാണ്. ശശാങ്ക, നിർത്ത്. ഭഗവാനെ, ഇനി ഈ വീട്ടിൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. അച്ഛാ, എന്നാലും ഞാനൊരു കാര്യം പറയാം. ആ പാറമ്മാവനൊന്ന് സൂക്ഷിച്ചോ. കള്ളച്ചുരിക പണിയണ കാര്യത്തിൽ അരിങ്ങോടരുടെ അപ്പനാണ് അയാള്. എന്റെ അമ്മാവനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. വിമർശിക്കാതിരിക്കാൻ നിന്റെ അമ്മാവൻ വല്ല സാംസ്കാരിക നായകരാരെങ്കിലും ആണോ? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? പറഞ്ഞെന്നുള്ളൂ അച്ഛാ. ഇതൊക്കെ അനുഭവിച്ചു പഠിച്ചോളും വൃത്തികെട്ടവളൊക്കെ. എന്താ അമ്മേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറമ്മേ. സേനേട്ടൻ ഇവിടെ വന്നിരുന്നു. ആഹാ, എന്തു പറഞ്ഞു അമ്മാവൻ? അത് ഞായറാഴ്ച ദിവ്യമോളുടെ കല്യാണ നിശ്ചയം. നിന്നെയും കൂട്ടി ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനെന്തിനു വരണം? ദിവ്യയുടെ വരൻ പ്രവീണല്ലേ? അമ്മയുടെ നെഞ്ചിൽ കുത്തി ചിരിക്കുന്നവനാ നീയെന്ന് എനിക്കറിയാം. ഞാൻ വരില്ലമ്മേ. നീ വരും. നീ എന്റെ മകനാണെങ്കിൽ വന്നിരിക്കും. അല്ലെങ്കിലേ ഇവിടെ തീരും നീ ഞാനും തമ്മിലുള്ള ബന്ധം. അമ്മേ, എന്താ ലക്ഷ്മി ഇത്? നിനക്കെന്താ സമനില തെറ്റിയോ? അതെ, സമനില തെറ്റി. എല്ലാവരും കൂടിയേ എന്നെ ഭ്രാന്തിയാക്കി. അമ്മ, ഞാൻ വേണ്ട. ഇതുവരെ നീ എനിക്ക് സമ്മാനിച്ച കണ്ണുനീരൊക്കെ ഞാൻ അങ്ങ് കുടിച്ചിറക്കി. പക്ഷെ ഇവിടെയും കൂടെ നീ എന്നെ തോൽപ്പിച്ച. ഒരു സുന്ദരി കൊതിയെ കിട്ടിയെന്ന പേരിൽ ബന്ധങ്ങളുടെ വേരുകൾ മുറിച്ചു കളയാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ അറിയും ഈ അമ്മ ആരാണെന്ന്. സാരല്ലടാ, നീയും വരണം. നിന്റെ അമ്മയ്ക്ക് ഇനി നോവണ്ട. അച്ഛൻ, ഞാൻ എനിക്ക് മനസ്സിലാവും നിന്റെ മനസ്സ്. ക്ഷമിക്കുന്നത് കൊണ്ട് ജയിക്കുള്ളൂ മോനെ. അയ്യോ ദിബി, നിന്നേ. എന്തോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോണല്ലോ, നോക്കണമല്ലോ അത്. ഭഗവാനെ, എന്റെ മോന്റെ കല്യാണം എങ്ങനെയൊക്കെ ആയി തീരൂ എന്തോ. നിക്കടാ. എന്റെ പൊന്ന് ചേച്ചി, എന്താണെന്നൊന്ന് പറയൂ. ഇപ്പൊ തന്നെ നേരം പോയി. എടാ ബേബി, എനിക്കൊരു സാരി മാത്രം പോരാ. പിന്നെ
ഒരു നാഗപടത്താലി കൂടി വാങ്ങിച്ചതാടാ. എന്തിനാ നാഗപടത്താലി മാത്രമാക്കണ? ഒരു നാഗത്തിനെ മേടിച്ച് കഴുത്തി ചുറ്റിയിറി. നിനക്ക് ചേർന്നത് അതാണ്. ഒരെണ്ണം ഓൾറെഡി കഴുത്തി ചുറ്റിയിട്ടുണ്ടല്ലോ, വിഷസർപ്പം. ഞാൻ കൊത്തിയിട്ടില്ലല്ല, എന്നെ കൊണ്ട് കൊത്തിക്കരുത് പറഞ്ഞേക്ക. എന്റെ പൊന്നെ, ഇവളെ കൊണ്ടൊക്കെ ജീവിക്കാൻ നിവർത്തിയില്ലാതെ. അളിയ, ഞാനൊരു കാര്യം പറയട്ടെ. ധൈര്യമായിട്ട് പറയാളിയാ. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ വഴക്കിടരുത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ചേച്ചിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അളിയന് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വിജയിക്കാം. ആണോ? അളിയൻ കേട്ടിട്ടില്ലേ, ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന്? അത് ഭാര്യയെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അളിയ. ഇയാളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അളിയൻ ചെല്ലാൻ നോക്ക, അവിടെ ഓപ്പിയിൽ നിറച്ച ആളാന്ന് പറയുന്നുണ്ട്. വിളിച്ചേക്കാം. ഹലോ, നിങ്ങള് ധൈര്യമായിട്ട് ആളെ പിടിക്കേ. കടലില് മുക്കണ അല്ല, കപ്പലില് കയറ്റുന്ന കാര്യം എനിക്ക് വിട്, ഞാൻ ഏറ്റുന്നേ. ആ ശരി ശരി, ഓക്കെ. ആ ഞാൻ തിരിച്ചു വിളിക്കാട്ടോ. അവിടെ ഞാനിവിടെ തന്നെ ഉണ്ട്, ഇന്നെങ്ങും പോണില്ല. ആ ആന്റണി, മധുക്കരയിലെത്തിയോ? ആ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആന്റണിയുടെ ഓരോ കോളിനും. ആ പിന്നെ ആന്റണി, എല്ലാം വളരെ സേഫായിട്ട് ചെയ്യണം. ആർക്കും ഒരു ഡൗട്ടും തോന്നരുത്. ആ, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണം. ആ ആന്റണി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒരു പാവം പാറമട മുതലാളിയാണേ. നൂറുകണക്കിന് കാട്ടാനക്കൂട്ടത്തെക്കാൾ വലിപ്പമുള്ള കരിമ്പാറയുടെ നെഞ്ചു തുരന്ന് വെടിപൊട്ടിക്കുന്ന ഒരു പാവം. പേര് ചന്ദ്രസേൻ, കുതിരപ്പന്തി വീട്ടിൽ ചന്ദ്രസേനൻ. ഹലോ. അതങ്ങ് 8 മടക്കിയിട്ട് കയ്യിൽ വെച്ചോണ്ടാ മതി. ആ, ഒരു കണക്കിന് പറഞ്ഞ നമ്മളിപ്പോ ബന്ധുക്കളാ. എന്റെ മരുമോനെയാ നിങ്ങളുടെ മകള് റാഞ്ചി എടുത്ത് പറഞ്ഞത്. പ്ലീസ് അങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. കുട്ടികളുടെ ഇഷ്ടമല്ലേ പ്രധാനം? ആയിരിക്കാം, പക്ഷേ എന്റെ മകളുടെ കരണത്ത് തന്റെ മകളൊന്ന് പൊട്ടിച്ചു. അതിനെന്താ മറുപടി പ്ലാനറെ? ആ കേസ് ഞാൻ അവധിക്ക് വെച്ചിരിക്കുകയാണ്. ചേട്ടാ, കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവരല്ലേ അത് പറഞ്ഞു തീർക്കേണ്ടത്. പറഞ്ഞു തീർക്കുന്നതല്ല നന്ദ എന്റെ രീതി, ചെയ്തു തീർക്കുന്നതാ. ശരി കാണാം. കളി ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. മുടിഞ്ഞ കളി ഇരുന്നു തന്നെ കാണണം. എന്നാ പോട്ടെ.